ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് അൽ ഫിഖ്ഹുൽ ഇസ്ലാമിലെ അൽ വഹദത്തു സാദിസ് അഷ്റ 16ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹൈറു അഅ്മാലിക്കും, നിങ്ങളുടെ പ്രവർത്തികളിൽ ഏറ്റവും മികച്ചത്, ഹൈറായത് എന്താണെന്നാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല പറഞ്ഞു, ദിക്റ് കൊണ്ട് മനസ്സുകൾക്ക് ശാന്തി ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠവും അല്ലാഹു തആലയുടെ അടുക്കൽ പവിത്രമായതും സ്ഥാനമുള്ളതും സ്വർണവും വെള്ളിയും സ്വതക്ക ചെയ്യുന്നതിനേക്കാളും ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും ഉത്തമവുമായ ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? സഹാബികൾ പറഞ്ഞു, അതേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലാക്ക് ദിക്റ് ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അല്ലാഹു തആലാക്ക് ദിക്റ് ചൊല്ലുന്നത് എന്താണ്? ഏറ്റവും ശ്രേഷ്ഠവും പവിത്രമായതും സ്ഥാനമുള്ളതും സ്വർണവും വെള്ളിയും സ്വതക്ക ചെയ്യുന്നതിനേക്കാളും ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും ഉത്തമവുമായ ഒരു കാര്യമാണ് അല്ലാഹു തആലാക്ക് ദിക്റ് ചൊല്ലുന്നത്. ഓരോ സമയങ്ങളിലും വ്യത്യസ്ത ദിക്റുകൾ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. ദിക്റുകളിൽ പ്രധാനപ്പെട്ടതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. എല്ലാ നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബിസ്മി ചൊല്ലാതെ തുടങ്ങുന്ന കാര്യം ബർക്കത്തില്ലാത്തതാണ്. ഖുർആൻ ഓതുക, വുളൂഉ ചെയ്യുക, കുളിക്കുക, തയമ്മും ചെയ്യുക, തിന്നുക, കുടിക്കുക, എഴുതുക, വായിക്കുക, എടുക്കുക, കൊടുക്കുക, വാതിലടയ്ക്കുക, പാത്രം മൂടിവെക്കുക, അറവ് നടത്തുക, സുറുമയിടുക തുടങ്ങിയ എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി സുന്നത്താണ്. ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഇടക്കു വെച്ച് ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലണം. എന്നാൽ ബറാഅത്ത് സൂറത്ത് തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടക്കു വെച്ചോതുമ്പോൾ ചൊല്ലൽ കറാഹത്തുമാണ്. മനസ്സിലാക്കുക. ബറാഅത്ത് സൂറത്തിലെ തുടക്കത്തിൽ ബിസ്മി ഹറാമും ഇടക്ക് വെച്ചോതുമ്പോൾ ചൊല്ലൽ കറാഹത്തുമാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. ഒക്കെ മനസ്സിലാക്കുക. ബിസ്മി ചൊല്ലേണ്ട പ്രവർത്തികളൊക്കെ അവിടെ പറയുന്നുണ്ട് തുടക്കത്തിൽ. അതൊക്കെ മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ചോദ്യം വരാം. വിവിധ സമയങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകൾ. അപ്പോൾ വിവിധ സമയങ്ങളിൽ നാം ദിവസവും പതിവാക്കേണ്ട ദിക്റുകളാണ് ഇവിടെ പാഠഭാഗത്ത് പറയുന്നത്. ഏറെക്കുറെയൊക്കെ നമ്മൾ പഠിച്ച ദിക്റുകൾ തന്നെയാണ് കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ. അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കാം. ഉറങ്ങാൻ നേരം എന്ത് ദിക്റാണ് നമ്മൾ ചൊല്ലാൻ പഠിച്ചത്? ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു. ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, അതായത് പുറത്തുനിന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ്? ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഖറജ്നാ വ അലാ റബ്ബിനാ തവക്കൽനാ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വ റസഖനി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവത്. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി. വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നാൽ ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ഇസ്തിൻജാ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിസർജനം കഴിഞ്ഞ് കഴുകുന്നതിനാണ് ഇസ്തിൻജാ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ചൊല്ലേണ്ടത് എന്താണ്? അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. അടുത്തത് മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി
അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടതാണ്. മസ്ജിദിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഇന്നി അസ്സലുക മിൻ ഫളിലിക. മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ. അടുത്തത് കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ്? അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ കമാ ഹസനത്ത് ഹൽക്കി ഫഹസിൻ ഹുൽക്കി. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ കമാ ഹസൻത ഹൽക്കി ഫഹസിൻ ഹുൽക്കി. കണ്ണാടിയിൽ നോക്കുമ്പോൾ പറയേണ്ട ദിക്റാണത്. അടുത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അടുത്തത് എന്താണ്? അങ്ങാടിയിൽ പ്രവേശിച്ചാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യു ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങാടിയിലേക്ക് പ്രവേശിച്ചാൽ ചൊല്ലേണ്ട ദിക്ർ. ആരെങ്കിലും നല്ല കാര്യം ചെയ്താൽ ജസാഖല്ലാഹു ഖൈറൻ എന്ന് പറയണം. ഇടി വെട്ടൂലേ, അപ്പോൾ ചൊല്ലേണ്ടതാണ് എന്താണ്? സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വമലായികതു മിൻ ഹൈഫതി. സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വമലായികതു മിൻ ഹൈഫതിഹി. മഴ പെയ്താൽ എന്താണ്? അല്ലാഹുമ്മ സയ്യിബൻ നാഫിയൻ. അടുത്തത് കാറ്റടിച്ചാൽ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. കാറ്റടിച്ചാൽ ചൊല്ലേണ്ട ദിക്ർ. അടുത്ത വാഹനത്തിൽ കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അടുത്ത വീട്ടിൽ നിന്ന് യാത്രക്കിറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? അസ്തൗദിഉല്ലാഹു ദീനക വ അമാനതക വ ഹവാത്തിമ അമലിക. അടുത്ത രോഗിയെ സന്ദർശിക്കുമ്പോൾ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. രോഗിയെ സന്ദർശിച്ചാൽ. ഖബറിനെ സമീപിക്കുമ്പോൾ ഖബറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സലാം പറയേണ്ടത് എങ്ങനെയാണ്? അടുത്തതാ ജിമാഅ് തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്താനി വജന്നിബിനിശ് ശൈത്താനി മാ റസഖ്തനാ. അടുത്തതാ വിത്റിൽ നിന്ന് വിരമിച്ചാൽ വിത്ർ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നാണ് വിത്റിൽ നിന്ന് വിരമിച്ചാൽ ചൊല്ലേണ്ടത്. മാസപ്പിറവി കണ്ടാലേ അല്ലാഹുമ്മ അഹ്ലിഹു അലൈനാ ബിൽ യുഅ്മിനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ്. അടുത്ത നോമ്പ് തുറന്നാല് അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്കിക അഫ്തർതു ദഹബത് ലമഉ വബ്തലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹു തആല. നോമ്പ് തുറന്നാൽ ചൊല്ലേണ്ട ദിക്റാണ്. ദുആകളിൽ ഏറ്റവും ഉത്തമം ഖുർആനിലും ഹദീസിലും വന്ന ദുആകളാണ്. ചിലത് നമുക്ക് പരിചയപ്പെടാം. ഇതുവരെ നമ്മൾ ദിക്റുകളാണ് പഠിച്ചത്. ഇനി ഇവിടെ പരിചയപ്പെടുന്നത് ദുആകളാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖ്ലി വൽ ഹറമി വ അദാബിൽ ഖബ്രി. അല്ലാഹുമ്മ ആതി നഫ്സി
അമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കാഹ അൻത ഖൈറും മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. اللهم إني أعوذ بك من علم لا ينفع ومن دعاء لا يسمع ومن قلب لا يخشع ومن نفس لا تشبع. اللهم إني أسألك الهدى والتقى والعفاف والغنى. അടുത്തത് എന്താണ്? اللهم أصلح لي ديني الذي هو عصمة أمري وأصلح لي أصلح لي دنيا التي فيها معاشي وأصلح لي آخرة التي فيها معادي واجعل لي حياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. اللهم إني أسألك من خير كله آجله وآجله ما علمت منهم وما لم أعلم وأعوذ بك من الشر كله آجله وآجله ما علمت منهم وما لم أعلم. اللهم إني أسألك من خير ما سألك عبدك ونبيك وأعوذ بك من شر ما عاد منه عبدك ونبيك. اللهم إني أسألك الجنة وما قرب إلينا من قول أو عمل وأعوذ بك من النار وما قرب إلينا من قول أو عمل وأسألك أن نجعل كل قضاء قضيته لي خيرا. അടുത്തതാ اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاهة نقمتك وجميع സഹത്തിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഖിയാം നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ. അസ്സലാത്തുൻ നാരിയ താജുസ്സലാത്ത് അസ്സലാത്തുൽ മുൻജിയ എന്നിങ്ങനെ പല സ്വലാത്തുകളുണ്ട്. അസ്സലാത്തു ഇബ്രാഹിമിയയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലാവർക്കും അറിയില്ലേ? അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്. നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയാത്തിന് ശേഷം ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. അതാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്. അപ്പോൾ സ്വലാത്തുകൾ ഏതെങ്കിലും പതിവാക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇവിടെ സ്വലാത്തുകളെ കുറിച്ച് മനസ്സിലാക്കി നമ്മൾ. അതുപോലെ ദുആകൾ നമുക്ക് പതിവാക്കാവുന്ന ഖുർആനിലും ഹദീസിലും വന്ന ദുആകളാണ് ഇവിടെ മുകളിൽ തന്നത്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ദിക്റുകൾ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട, നമ്മൾ പല പ്രവർത്തികളിലായിട്ട് നമ്മൾ ഒരു ദിനചര്യ, നമ്മളൊരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളിൽ അന്ന് രാവിലെ മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെ, ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കിടയിലും ചൊല്ലേണ്ട ദിക്റുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമുക്ക് തദ്രിബാത്തൊന്ന് നോക്കാം. അപ്പോൾ തദ്രിബാത്തിൽ വന്നതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ദുആഇൻ്റെ ഇടയിൽ നിന്നൊക്കെ വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അഊദു ബിക മിനന്നാരി ഡാഷ് ഇലൈന. അപ്പോൾ അവിടെ വമാ കറബ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ദിക്റിൽ നിന്നും ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ തരുള്ളൂ. അത്രേ നമുക്ക് ഇവിടെ തദ്രിബാത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അതായത് ഒക്കെ കാണാതെ പഠിക്കുക. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം നസിൽ യോജിച്ച് ചേർക്കാനാണ്. ഉറങ്ങാൻ നേരം എന്തായിരുന്നു? ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വഅമൂതു. അപ്പം അതിൻ്റെ സി എഴുതാം. മഴ പെയ്താൽ എന്തായിരുന്നു? അല്ലാഹുമ്മ സയ്യിബൻ നാഫിയൻ. അപ്പം അതിൻ്റെ ഈ എഴുതാം. അടുത്ത വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി നമ്മളപ്പുറം പഠിച്ച് അതിന് ബാക്കി ദിക്റും കൂടി ചേർത്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഞാനത്ര പറയുന്നില്ല. മനസ്സിലാക്കി പേര് നോക്കിയിട്ട് പോയിട്ട് എഴുതി മനസ്സിലാക്കി പറഞ്ഞ് പഠിക്കുക. എന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ഇപ്പോൾ തന്നെ വലുതായിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ.
അടുത്തതാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം അതിനെ ബി എഴുതാം. അടുത്ത കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ്? അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ കമാ ഹസ്സൻത ഹൽക്കി വഹസ്സിൻ ഹുൽക്കി. അതാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ചൊല്ലേണ്ടത്. അപ്പം അതിൻ്റെ ഡി എഴുതാം. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതൊക്കെ മാച്ച് ചെയ്യാൻ വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ദിക്റുകൾ മനസ്സിലാക്കി പഠിക്കുക. നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പോൾ ഇവിടെ എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അത്അമനി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റ് അതവിടെ പോയി നോക്കിയിട്ട് മുഴുവനാക്കി പഠിക്കുക, എഴുതി വെച്ചിട്ട് പഠിക്കുക. അടുത്തതാ സുബ്ഹാനല്ലദി സഹറ ലനാ. വാഹനത്തിൽ കയറുമ്പോൾ. പിന്നെ അല്ലാഹുമ്മ അഹിലഹു അലൈന. എന്തായിരുന്നു? മാസപ്പിറവി കണ്ടാൽ ചൊല്ലേണ്ട ദിക്റ്. അപ്പം അത് അവിടെ നോക്കിയിട്ട് മുഴുവനാക്കി എഴുതുക, പഠിക്കുക. അടുത്തത് അല്ലാഹുമ്മ ലക സുംത വഅലാ റിസ്ഖിക അഫ്തർതു. എന്താണ്? നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് അസ്സലാമു അലൈക ദാറ ഖൗമിൻ. എന്താണ്? ഖബറിനരികെ പോകുമ്പോഴുള്ള ദിക്റാണ്. മനസ്സിലാക്കിയിട്ട് പഠിക്കുക, എഴുതുക. അടുത്തത് ഉറക്കിൽ നിന്നുണർന്നാൽ എന്തു ചൊല്ലണം? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ. അപ്പോൾ ആ ദിക്ർ എഴുതുക. അടുത്തത് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്തു ചൊല്ലണം? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ അതൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ എഴുതുക. അടുത്ത ഇടി മുഴങ്ങുമ്പോൾ എന്തു ചൊല്ലണം? സുബ്ഹാനല്ലദി യുസബ്ബിഹുർ റഅദ ബിഹംദിഹി വമലായികതിഹി വഹീഫതിഹി. വമലായികതു വഹീഫതിഹി. അതാണ് ഇടി മുഴങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അടുത്തതാ യാത്ര അയക്കുമ്പോൾ എന്ത് ചൊല്ലണം? യാത്ര അയക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? യാത്ര അയക്കുമ്പോൾ അസ്തൗദിയല്ലാഹു ദീനക വ അമാനതുക വ ഹവാതിമ അമലിക എന്നാണ് യാത്ര അയക്കുമ്പോൾ ചൊല്ലേണ്ടത്. അടുത്തത് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഹറജ്ന വഅലാ റബ്ബിന തവക്കൽന. അത് എഴുതുക. അടുത്തതാ 4 സ്വലാത്തുകളുടെ പേര് എഴുതുക. 4 സ്വലാത്തുകൾ. 1 സ്വലാത്തുൻ നാരിയ, താജു സ്വലാത്ത്, സ്വലാത്തുൽ മുൻജിയ, ഇബ്രാഹിമിയ സ്വലാത്ത്. ഇങ്ങനെ 4 സ്വലാത്തുകളുടെ പേര് നമുക്ക് അവിടെ എഴുതാം. അടുത്ത തഹസീസ് പ്രവർത്തനമാണ്. കുട്ടികൾ ഓരോ ദിവസവും ചൊല്ലാറുള്ള സ്വലാത്തുകളുടെ എണ്ണം രേഖപ്പെടുത്തുക. മാസാവസാനം കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവർക്ക് സമ്മാനം നൽകാൻ. അപ്പോൾ അതൊരു ക്ലാസ് വർക്കാണ്. അടുത്ത എന്താണ്? ദിക്റുകളും ദുആകളും മനഃപ്പാഠമാക്കി ഇടയ്ക്കിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ. അടുത്തതാ വിവിധ പേരിലുള്ള സ്വലാത്തുകൾ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. സ്വലാത്തുകളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അടുത്ത എന്താണ്? സ്വലാത്തിൻ്റെ മഹത്വം വിവരിക്കുന്ന ഒരു പുസ്തകം വായിച്ച് കുറിപ്പെഴുതുക. സ്വലാത്തിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ട് ഉള്ള ഒരു പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ കുറിപ്പ് അത് ചുരുക്കി എഴുതാനാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പം മനസ്സിലാക്കിയാൽ പഠിക്കുക. അപ്പോൾ പാഠഭാഗത്തുനിന്ന് ദിക്റുകളും ദുആകളും നന്നായി മനസ്സിലാക്കി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം, ദിക്റുകൾ എഴുതാൻ വരാം. നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതോടെ പാഠഭാഗം അൽ ഫിഖ്ഹുൽ ഇസ്ലാം 7ാം ക്ലാസ്സിൻ്റെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം പാഠഭാഗം അവസാനിച്ചിട്ടുണ്ട്. വസല്ലല്ലാഹു വസല്ലം അലാ ഹൈരി ഹൽക്കി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.